ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് കുറച്ച് അധികം പരിപാടികളുണ്ട്. അതിൽ ഒന്നാമത്തെ പരിപാടി അച്ഛൻ്റെ കൊലവെട്ടൽ. ഇന്നാൾക്ക് കൊലവെട്ടാൻ പോയിട്ട് കൊല വിളഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. പക്ഷേ ഇന്ന് ഞങ്ങൾ ശരിക്കും കൊല വെട്ടാനായിട്ട് പോവുകയാണ്. അതുമാത്രമല്ല, നാളെ നമ്മളൊരു യാത്രയും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികളൂടെ ഉണ്ട്. ചാക്കെടുത്തിട്ടോ? വേണമെങ്കിൽ ജീപ്പ് എടുക്കാമായിരുന്നല്ലോ. മതിയോ? എത്ര കൊലയുണ്ട്? ഒരു 3-4 ഉണ്ടോ? 4-5 ഉണ്ടെങ്കിൽ നമുക്ക് താറെടുക്കാം. 2-3 ഉണ്ട്. ഒരുമിച്ച് എല്ലാം കൂടെ വെട്ടിയാൽ ശരിയാവത്തില്ല. ഈ 2 വെച്ച് വിളഞ്ഞനുസരിച്ച് വെട്ടാം. ഓർഗാനിക് ആയതുകൊണ്ട് നമ്മൾ തന്നെ. പിന്നെ നമുക്ക് ചിപ്സ് ഉണ്ടാക്കാം. വൈകുന്നേരം ചിപ്സ് ഉണ്ടാക്കാം. ഇത് ഏത്തക്കായാണോ? ഏത്തക്ക മാത്രമേ ഉള്ളോ? ഏത്തനും മറ്റേ ഇത്. എനിക്ക് പാളന്തോടം വേണം. പുട്ടിൻ്റെ കൂടെ പുഴുങ്ങി ഞേപിടി തിന്നെ. നമ്മൾ ടെന്റ് പൊളിച്ചില്ല കേട്ടോ. ഞങ്ങളൊരു 24 hours ടെന്റിനകത്ത് ഇരുന്നൊരു ചലഞ്ച് ചെയ്തായിരുന്നു. ചിലപ്പം ഇത് കഴിഞ്ഞിട്ടായിരിക്കും ആ വ്ളോഗ് വരുന്നത്. അപ്പൊ ടെന്റ് അവിടെ ഇരിപ്പുണ്ട്, അത് പൊളിച്ച് മാറ്റിയിട്ടില്ല. പോവാം, കാറിൽ പോവാം. ഒത്തിരി ഉണ്ടാവല്ലോ, ഒത്തിരി കൊല ഉണ്ടെങ്കിൽ കാറിൽ പോവാം. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. നമുക്ക് പോവാം, നമുക്ക് പോയി കൊല വെട്ടാം. വണ്ടി എണ്ണ അടിക്കും, പെട്രോൾ തരും, എണ്ണ അടിക്കും, വീണ്ടും പെട്രോൾ തരും. ഇത് തന്നെ പുതിയ വെട്ടുകത്തിയായിരുന്നു കേട്ടോ. ഒന്ന് തുരുമ്പിച്ചല്ലേ? ഇല്ല, ഇത് അച്ഛൻ ഇപ്പൊ രാവിച്ചോണ്ട് വെച്ചതാ. തോനെ വെട്ടുകത്തി ഉണ്ട്. എന്താണെന്നറിയില്ല, പണ്ട് തടിപ്പണിക്ക് പോയപ്പോഴേ അച്ഛൻ ഒരു 6-7 കൊടുവാൾ ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങ് എത്തിയിട്ട് വരാവേ. നമ്മ അച്ഛനെ കണ്ടോട്ടോ. എന്തിനാ ഇലയെ പോയിന്നാ? ഓക്കെ ഓക്കെ. ചൂടുല്ലോളം. ഹായ്, ഹൗ ആർ യു? എന്തിനാ വിശേഷം? ആണോ? നമ്മള് എന്നാ വന്നാ? കഴിഞ്ഞ ആഴ്ചയില് വന്നാ ദീപാവലിക്ക്. എന്ത് വരാഞ്ഞാ? സൂപ്പർ ആയിരുന്നു. പറ്റൂല, മൂത്തമ്മക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നോണ്ട് പറ്റൂല. അത് ഇത്രയും വലിയ കുണ്ട പൊട്ടിച്ച ആദ്യം. നമ്മള് കൊല വെട്ടാൻ വന്നതാ. ഇന്ന് എന്തരായാലും വെട്ടു തന്നെ. വാ കാണാ കൊല വെട്ടല്. ഹായ്, എന്തരായിരുന്നു? പാചകമായിരുന്നോ? മൂത്തച്ഛനാണ് ഫുൾ പാചകം ഇവിടുത്തെ. സാമ്പാറ്, രസം, അച്ചാറ്, തീയല്. അതിന്റെ ക്രെഡിറ്റ് ഒന്നും ആർക്കും കൊടുക്കൂല. നമ്മളാരും അറിയാതൊക്കെ ടൂറാ. കൊല കൊണ്ട് കൊടുത്ത് പൂജ നടത്തിയോ? അതെന്തിനാ ഒത്തിരി കൊല കിട്ടാനാ? അങ്ങനെയല്ല, നമ്മളെ അമ്പലത്തില് പൂജയ്ക്ക് കൊടുത്തു. ബിഗ് ബോസ് കണക്കില്ല ഇപ്പൊ? ഞാൻ വല്ലപ്പോഴും കൂടിയൊക്കെ കാണുള്ളൂ. ചിലപ്പോ പക്ഷെ ഇപ്പൊ ആദ്യത്തെ ഒരു രസം അങ്ങ് പോയി അല്ലേ? ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ കൊല ഇവിടെ വിളഞ്ഞിരിക്കുകയാണ്. കൊട എന്തി വെച്ചാ? അതിന്റെ കൊട അവിടെ കൊട ഒന്നും ഇല്ലല്ലോ. കൊട ഒക്കെ കരിഞ്ഞ് ഉണ്ട്. ഇതാണ് കേട്ടോ കൊല. ഇത് ഏത്തൻ, റൈറ്റ്? ഓക്കെ, ഈ ഒരു കൊലയുണ്ട്. പിന്നെ അവിടുത്തെ ഇതില്ലേ? വെട്ടാച്ചാ ഓൾറെഡി വെട്ടിയ വില കുറവാ. നമുക്ക് എന്തിനാ കൊടുക്കുന്ന? ഞാൻ തിന്നും. ആവശ്യത്തിന് നമുക്ക് ഓരോന്നോരോന്ന് വെട്ടി തിന്നാം. അയ്യോ കൊല, അയ്യോ കൊല കൊല കൊല. ഉമ്മേ, എടേ ചെറിയ അത് 2 പോയി വാഴ. ഓക്കെ, ഇത് ഏത്തനാണ് കേട്ടോ, ഏത്തക്കൊലയാ. ഇത് കാണാൻ ലുക്കില്ലെങ്കിൽ വെയിറ്റ് ഉണ്ടല്ലേ. എനിക്ക് വെട്ടാ ഒരു ആഗ്രഹം. വാഴ എന്റെ കന്നി കൊലയാ. വെട്ട് ഞാൻ പിടിച്ച. സോറി കേട്ടോ, എന്നോടൊന്നും വിചാരിക്കല്ലേ. പെയ്യെ ടിപ്സ് ഉണ്ടാക്കാനാ. വെട്ടുവാണേ. ഇത്ര ഉള്ള ചെറുതായി പോയല്ലേ? ഇത് പാണ്ടി വീണോ? ഇല്ല, അത് കുഴപ്പമില്ല. ഇത് അതൊക്കെ അങ്ങനെ കൃഷിക്കാരാകുമ്പോ കുറച്ച് കറയൊക്കെ പറ്റും. ആ കാര്യം നല്ല കേട്ടോ. കൊല വെട്ടി എല്ലാം കൂടെ വെട്ടിയിട്ടും കാര്യമില്ലല്ലോ. ഓരോന്നായിട്ട് പഴുത്തങ്കിലല്ലേ തിന്നാൻ പറ്റും. ഇനി ഇവിടെ ഒരു കൊലയും കൂടെ ഉണ്ട്. പിന്നെ അതുകൊണ്ട് ആ കാണുന്ന ഒരു കൊലയുണ്ട്. ഇത് അത്യാവശ്യം നല്ല വലുതാട്ടോ. കുറച്ചുകൂടെ ആവാനുണ്ട്. അതിപ്പോ പിന്നെ വെട്ടാം. ഇത് മുതുകു കൊലയല്ലേ? നോക്കിന്റെ നീളം ഇത്ര ഉണ്ട്. പക്ഷെ ഇത് ഭയങ്കര ചെറുതാണ് കേട്ടോ. ഇതിന് ഒത കൊടുക്കാതെ ഇല്ലെങ്കിൽ ഇത് ഒടിഞ്ഞു വീഴും. സുമതിയക്കാ എങ്കേ വാങ്ങോ വാങ്ങോ അപ്പ വന്നാച്ച്. ഇനി വിശക്കുന്നു. ഇനി നമുക്ക് പോയിട്ട് ചോറ് കഴിച്ചിട്ട് എനിക്കൊന്ന് താടിയൊക്കെ ഒന്ന് കൊണ്ടുപോയി വെട്ടി സെറ്റാക്കണം. എന്നാ ഒരു പങ്ക് മൂത്തമ്മയ്ക്ക് വെട്ട്. ഇല്ലിത് ആദ്യത്തെ കൊല.
ഇത് പങ്കു കൊടുക്കണം. ഇതില്ല നമുക്ക് ഇരിക്കണത് വേണ്ട. ചിപ്സ് അടിക്കും നമ്മള്. മൂത്തമ്മയുടെ വലിയ കൊല ആകുമ്പോ ഞങ്ങൾ അത് വെട്ടിക്കോളാം, എടുത്തോളാം. ഇപ്പൊ തീർന്നില്ല പ്രശ്നം. ഈ ഷുഗറൊക്കെ ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തൊലി തരുന്നിരുന്നത്. എന്നാ പിന്നെ നമ്മള് പോട്ടെ. ഓക്കെ, ടാറ്റ. താറ് കൊണ്ടുവന്നാ മതിയായിരുന്നില്ലേ? അതൊരു സന്തോഷമാണ്. അയ്യോ, ഇത് ഹാപ്പി കുട്ടനായിരുന്നോ? അയ്യോ, ഞാൻ വിചാരിച്ച വേറെ ആരെയാ വന്നെന്ന് ഇവിടെ. അയ്യോ, കുളിപ്പിച്ച. അയ്യോ 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 അയ്യോ, പൊന്നോ പൊന്നോ, അയ്യോ പൊന്നോ പൊന്നോ പൊന്നോ. കൊള്ളാവോ ഗൈസ്? ഞാൻ താടിയൊക്കെ വെട്ടി. കൊള്ളാൻ തോന്നില്ലേ ഇപ്രാവശ്യം? മുടിയൊക്കെ വെട്ടി, അല്ല താടി വെട്ടി. അല്ല, താടി വെട്ടി. ഞാൻ ഒന്നും കഴിച്ചില്ല, എനിക്ക് ചോറ് കഴിച്ചില്ല. എന്തിനു മീനാ അമ്മ? എന്തിനു മീനാ? പിന്നെ അയില വറുത്തരച്ച് വെച്ച അയിലക്കറി, ചീനി, ചോറ്. വേറെ കറിയൊന്നുമില്ല? ഒഴിക്കാനോ? കുറച്ച് ഒഴിച്ചേറി, കുറച്ച് മീൻചാറ് എടുത്തങ്ങോട്ട് ചീനിയുടെ മണ്ടലോട്ട് ഒഴിക്കാൻ. ഭയങ്കര കഷ്ടപ്പെട്ടാ. സമയം 4 മണിയുണ്ടായി. ഓക്കെ, നമ്മൾ കൊണ്ടുവന്ന ചിപ്സ് ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ. എന്റെ നാക്ക് ചെറുതായിട്ട് മുറിഞ്ഞ്, ഈ സൈഡ് മുറിഞ്ഞ്. അതാണ് ചിലക്ക് എനിക്ക് തിരിയുന്നില്ല, നല്ല സംസാരിക്കാൻ പറ്റുന്നില്ല. ഇതിനകത്ത് എന്തൊക്കെ കിട്ടമ്മ? മഞ്ഞപ്പൊടി മാത്രം ഇട്ട്, മഞ്ഞപ്പൊടിയും വെള്ളവും. നമ്മൾ ചിപ്സ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? പണ്ടൊക്കെ ഓർത്തിട്ടുണ്ട്. 1 കിലോ വെളിച്ചെണ്ണ മേടിച്ചു നമ്മള്. വെളിച്ചെണ്ണക്ക് എന്തൊരു വില! 1 കിലോ വെളിച്ചെണ്ണക്ക് 420 രൂപ അല്ലേ? കറണ്ട് ബില്ല് എല്ലാം അറിയണം. വെളിച്ചെണ്ണക്കാണ് അല്ലെ ഇപ്പൊ നിലവിൽ ഏറ്റവും കൂടുതൽ വിലയുള്ള സാധനം വെളിച്ചെണ്ണ അല്ലേ? പലചരക്ക് സാധനത്തിലാണ് ഏറ്റവും വെളിച്ചെണ്ണക്ക് ഏറ്റവും കൂടുതൽ വില. വെളിച്ചെണ്ണ തേങ്ങ തന്നെ. ഒരു തേങ്ങ 50 രൂപ വിലയാവും. ഒരു തേങ്ങ 50 രൂപ പുറത്താ. നമുക്ക് ഒരു മാസം എത്ര തേങ്ങ കാണുമായിരിക്കും? കണക്കൊന്നുമില്ല, തീരുമ്പോ മേടിക്കുക. കൊറേ തേങ്ങ വേണം. ഭയങ്കര ചെറുതായിട്ടാണ് കേട്ടോ അരിയുന്നത്. നമുക്ക് ഇങ്ങനെ അരിഞ്ഞാലേ ടേസ്റ്റ് വരത്തുള്ളൂ. അരിഞ്ഞില് വിരലിലൂടെ അരിഞ്ഞ് സ്ലൈസ് ആയിട്ട് അതിനകത്ത് കിടക്കും. ഈ സാധനം ഉള്ളതുകൊണ്ട് ഇങ്ങനെ അരിയാ. ഇങ്ങനെ അരിഞ്ഞില്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും കേട്ടാ. ഭയങ്കര ചൂട് കേട്ടോ. നമുക്ക് അടിപൊളി, സൂപ്പർ. നമ്മള് മാമിയുടെ അവിടെ എത്തി കേട്ടോ. എന്തുകൊണ്ട് വിശേഷം? അവിടെ ആരാ അവിടെ ഇരിക്കുന്നേ? അതെന്താ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നേ? കാറ്റ് കൊള്ളുവന്നോ? ഇല്ല, അച്ഛൻ വന്നില്ല. അബ്ദു മോനെ, എന്റെ ഹാപ്പി കുട്ടൻ വന്ന്. അയ്യേ, ഇവിടെ നിന്ന് കുറച്ചോണ്ടിരുന്ന എന്തി? സെറ്റിയുടെ കീഴ് കയറിയോ? എവിടെ ഇതിന്റെ അടി ഒരാളുണ്ടേ? എന്ത് ദേണ്ടേ ഹാപ്പി വന്നോണ്ട് ഒളിച്ച്. ഓടാ അബ്ദു, വാ, ഇറങ്ങി വാ. അവ ഒന്നും ചെയ്യത്തില്ല, വാ. അബ്ദു ദേണ്ടേ ഹാപ്പി. യു പേടി. യു പേടി. ആ കണ്ണു വെക്കാതെ അതിനാ. ഇനി അതിന്റെ രോമം കൊള്ളാം, ഇത് കൊള്ളാം. എന്തിരി നമ്മൾ അങ്ങനെ നോക്കുന്ന? ഓടി ഇറങ്ങി ഓടി. മാമിക്ക് ഞാൻ സ്ക്രീൻ കൊണ്ടുവന്നായിരുന്നു. ക്രീമൊക്കെ കൊണ്ടുവന്നു കേട്ടോ മാമിക്ക് വർക്കിനൊക്കെ പോകുമ്പം വെയിലൊന്നും കൊള്ളാണ്ട് സ്കിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് സൺസ്ക്രീന് വേണ്ട. നല്ലത് തന്നെയല്ലേ? അയ്യോ, കൂടിയത് എടുത്തുള്ളായിരിക്കും. ഇതെല്ലാം ബ്രാൻഡാ. ഇത് ബ്രാൻഡിന്റെ. ഇത് ഫൗണ്ടേഷൻ. ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു മാമിക്ക്. അല്ല, അമ്മ ഉപയോഗിക്കും. നമ്മള് വയസ്സായപ്പോ അമ്മ ഇടും. വേണ്ടേ? അമ്മയെ പോലെ അവളെ പോലെ തന്നെ ഞാൻ ഇപ്പൊ ഇട്ടിട്ടില്ല. ഉണ്ട്. അതറിയത്തില്ല. ലിബാം ആയിരിക്കട്ടെ. ഞാൻ ഇപ്പൊ ഇട്ടിട്ടില്ല, പക്ഷെ ഇച്ചിരി അമ്മ അതിന് വേണ്ടി കടുപ്പിച്ചിടും. ഇടുവല്ലേ? അല്ല, അത് ഇടണം, നല്ലതാ. മാമി കൂടെ ഇട്. ഇങ്ങനെയൊക്കെ ശീലിക്കുന്ന. മാമി ഇട്ടിട്ട് ആദ്യം എന്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. മാമി ശീലും പൂട്ടിയല്ലേ? പിന്നെ നമ്മളെന്തിനത്? നമ്മളിതൊക്കെ കുറെ കട്ട. നമ്മള് പൂട്ടി തന്നെ. ഇവർ രണ്ടുപേരും ഇവിടെ ശരിയാവൂല കേട്ടോ. ഒന്നെങ്കിൽ അബ്ദു അല്ലെങ്കിൽ ഹാപ്പി.
അല്ലെ കടിയാണെ പിന്നെ കുഴപ്പമില്ല, അത് പോട്ടെന്ന് വെക്കാം. പക്ഷെ അറിയാല്ലേ മാമി, അബ്ദുന്ന് പേരുള്ള പെമ്പട്ടി. ദൈവമേ കണ്ട ഉണ്ട് ഉണ്ട് ഉണ്ട്. എന്റെ മുഖം മാറിയുണ്ടോ? ഞാൻ അടുത്തോട്ട് നിന്നപ്പോഴേ നാളെ പോണ്ടേ ട്രിപ്പ്. പവറല്ലേ എന്തു ചെയ് അച്ഛനെ തൊണ്ട ഒച്ച പോയി. ഇന്നലത്തെ സംഘടനത്തിൽ നേരത്തെ മഞ്ഞത്ത് കിടന്ന് ഞങ്ങളൊരു സംഘടന നടത്തി ടെന്റിനകത്ത്. അച്ഛന് പനി പിടിച്ചട്ടെ, ചെറിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പൊ നമ്മള് ഹാപ്പിക്കുട്ടനെ കൊണ്ടാക്കിയിട്ട് നേരെ വീടെത്തി. ഇനി വണ്ടി ഒന്ന് കഴുകിയിടണം. വണ്ടി മൊത്തം അളുക്കാണ്, അളുക്ക് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ വണ്ടി ഒന്ന് കഴുകിയിട്ടിട്ട് സാധനമൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് നാളെ അല്ലല്ലോ, ഇന്നല്ലേ, ഇന്ന് 12 മണി ആയില്ലല്ലോ. ഇല്ല നാളെ അല്ല, ഇന്ന് വെളുപ്പിനെ ഒരു 4 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് ഇറങ്ങാം. അപ്പോഴത്തേക്കും ട്രാഫിക് ഒന്നും ഇല്ലാതെ നേരെ അങ്ങ് ചെല്ലാൻ പറ്റും. ഒരു നമ്മൾ എത്തുമ്പോഴത്തേനും ഒരു വൈകുന്നേരമൊക്കെ ആവും. ഗൈസ്, അപ്പം എന്തായാലും അത്രയേ ഉള്ളൂ ഈ ഒരു വ്ളോഗ്. അപ്പോൾ നാളെ തൊട്ട് ഇനി വയനാട് വ്ളോഗുകളായിരിക്കും. ഗൈസ്, അപ്പോൾ അത്രയേ ഉള്ളൂ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.